കണ്ണൂർ പാപ്പിനിശ്ശേരിയിൽ 4 മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ചതിന് പിന്നാലെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുത്തി പോലീസ്. കുട്ടിയുടെ ബന്ധുവായ 12-കാരിയാണ് കുഞ്ഞിനെ കൊന്ന് കിണറ്റിലിട്ടതെന്നാണ് വളപട്ടം പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ കാർത്തിക് പറഞ്ഞത്. ബന്ധുവായ 12-കാരിയെ സംശയമുള്ളതായി മരിച്ച കുഞ്ഞിന്റെ മാതാപിതാക്കൾ പോലീസിനോട് പറഞ്ഞിരുന്നു. കൃത്യം ചെയ്തത് പുറത്തുനിന്നുള്ള ആളല്ല എന്ന് ഉറപ്പായിരുന്നു. മരിച്ച കുഞ്ഞിന്റെ അച്ഛനും അമ്മയ്ക്കും ബന്ധുവായ 12-കാരിയെ നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നു. തനിക്ക് കിട്ടേണ്ട സ്നേഹം ഇല്ലാതാവുമോ എന്ന ആശങ്കയിലാണ് ഈ കുട്ടി കൃത്യം ചെയ്തത്. കുട്ടിയെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിലായി ഹാജരാക്കും. മാതാപിതാക്കളോടൊപ്പം ഉറങ്ങുകയായിരുന്ന കുഞ്ഞിനെ തിങ്കളാഴ്ച രാത്രി 11 മണിയോടെ കാണാതാകുകയായിരുന്നു. അമ്മയുടെ ബഹളം കേട്ട് സമീപത്തുള്ളവരും അവിടത്തെത്തുകയും തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു. തിരച്ചിലിനൊടുവിലാണ് മൃതദേഹം കിണറ്റിൽ നിന്ന് കണ്ടെത്തിയത്. തുടർന്നാണ് പോലീസ് സ്ഥലത്തെത്തുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തത്. 12-കാരിയോട് പോലീസ് ആദ്യം തന്നെ മൊഴിയെടുത്തതായിരുന്നു. രാത്രി 9:30-ഓടെ ഞാൻ ശൗചാലയത്തിൽ പോയി തിരികെ വരുമ്പോൾ കുഞ്ഞിനെ കാണുന്നില്ല എന്നാണ് 12-കാരി പോലീസിന് മൊഴി നൽകിയത്. എന്നാൽ ഈ മൊഴിയിൽ പോലീസിന് സംശയമുണ്ടായിരുന്നു. പിന്നീട് കുട്ടിയോട് വിശദമായി സംസാരിച്ചപ്പോഴാണ് കൊലപാതക വിവരം പുറത്തു പറയുന്നത്. തമിഴ്നാട് സ്വദേശികളായ ദമ്പതിമാർക്ക് ദീർഘകാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് കുഞ്ഞു പിറന്നത്. പിതാവ് മരിച്ചതിന് ശേഷം ഈ ദമ്പതിമാർക്കൊപ്പമാണ് ബന്ധുവായ 12-കാരിയായ പെൺകുട്ടി 1.5 വർഷമായി താമസിച്ചിരുന്നത്. തനിക്ക് ലഭിച്ചിരുന്ന സ്നേഹം കഴിഞ്ഞ 4 മാസമായി പുതിയ കുഞ്ഞിന് കിട്ടുമെന്നുള്ള ചിന്തയാണ് ഈ ദാരുണകൃത്യം ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത്.